കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം ഏതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം കേരള സവാരി. കേരള സവാരി എന്നാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമിൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം, മണിപ്പൂരിൻ്റെ നിലവിലെ ഗവർണർ. മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? അജയ് കുമാർ ഭല്ല. അജയ് കുമാർ ഭല്ലയാണ് മണിപ്പൂരിൻ്റെ നിലവിലെ ഗവർണർ. മൂന്നാമത്തെ ചോദ്യം, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജനറൽ മനോജ് മുകുന്ദ് നരവനെ. മുൻ കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഭാരത് ടാക്സി. അടുത്ത ചോദ്യം, ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമെട്രിക് ഇൻ്റലിജൻസ് റോബോട്ട്. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ബയോമെട്രിക് ഇൻ്റലിജൻസ് റോബോട്ടാണ് മോയ. മോയ വികസിപ്പിച്ചത് ചൈനയാണ്. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമെട്രിക് ഇൻ്റലിജൻസ് റോബോട്ടാണ് മോയ. മോയ വികസിപ്പിച്ചത് ചൈനയാണ്. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റിപ്പോ നിരക്ക്. 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ റിപ്പോ നിരക്ക് 5.25%. 5.25% നിലവിൽ ഇന്ത്യയിലെ റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇന്ത്യയിലെ നിലവിലെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%. റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35% ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആന്തരിക അവയവ മാറ്റിവെക്കലിന് മാത്രമായുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആന്തരിക അവയവം മാറ്റിവെക്കലിന് മാത്രമായുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കോഴിക്കോട് ചേവായൂരിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്തരിക അവയവ മാറ്റിവെക്കലിന് മാത്രമായുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. കോഴിക്കോട് ചേവായൂരിലാണ് വന്നത്. അടുത്ത ചോദ്യം, കുട്ടികളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി 2026 ഫെബ്രുവരിയിൽ സർക്കാർ നടപ്പിലാക്കുന്ന സ്കൂൾ ആരോഗ്യ പദ്ധതി. കുട്ടികളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി 2026 ഫെബ്രുവരിയിൽ സർക്കാർ നടപ്പാക്കുന്ന സ്കൂൾ ആരോഗ്യ പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. കുട്ടികളുടെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമാക്കി 2026 ഫെബ്രുവരിയിൽ സർക്കാർ നടപ്പിലാക്കുന്ന സ്കൂൾ ആരോഗ്യ പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചബഹാർ. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചബഹാർ. അടുത്ത ചോദ്യം, 2025-26 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. 2025-26 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അടുത്ത ചോദ്യം, കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസാണ് പാരൻറ്റിംഗ് പോഡ്കാസ്റ്റ്. കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസാണ് പാരൻറ്റിംഗ് പോഡ്കാസ്റ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായി മാറുന്നത്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായി മാറുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരി. കണ്ണൂർ ജില്ലയിലാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായി മാറുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരി ആണ്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി ഏത് നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി ഏത് നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ ഏത് നദിയിലാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ ഏത് നദിയിലാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്? ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ ബ്രഹ്മപുത്ര നദിയിലാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അടുത്ത ചോദ്യം, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM റാഹത്ത്. PM റാഹത്ത് എന്നാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. റാഹത്തിൻ്റെ ഫുൾ ഫോം റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ്. റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ്. PM റാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ചികിത്സാ ധനസഹായം എത്ര രൂപയാണ്? PM റാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ചികിത്സാ ധനസഹായം 1,50,000 രൂപയാണ്. PM റാഹത്ത് പദ്ധതി പ്രകാരം ലഭിക്കുന്ന പരമാവധി ധനസഹായം 1,50,000 രൂപയാണ്. അപകടം നടന്ന തീയതി മുതൽ 7 ദിവസത്തേക്കാണ് ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കുക. അപകടം നടന്ന തീയതി മുതൽ 7 ദിവസത്തേക്കാണ് ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കുക. അടുത്ത ചോദ്യം, PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ഏതാണ്? PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് PM റാഹത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്.